ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഒരു ചെറിയൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പലർക്കും ആ ഒരു ഡേ ആകുമ്പോൾ മാത്രമാണ് ഇന്നാണ് മദേഴ്സ് ഡേ എന്നറിയുള്ളൂ. അപ്പോൾ മെയ് 9 മദേഴ്സ് ഡേ. ഇനി അതാരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ക്യാൻവാസാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മുമ്പ് ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് മായ്ച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ചെറിയ ക്യാൻവാസുകളില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മായ്ച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് മെറ്റീരിയൽസ് വാങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാർഡ്ബോർഡിൽ ചെയ്താലും മതി കേട്ടോ. കാർഡ്ബോർഡിൽ വൈറ്റ് പ്രൈമർ അടിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ക്യാൻവാസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റിങ്ങും യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ അക്രിലിക്കും ഫാബ്രിക്കൊക്കെ ഏകദേശം ഒരേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഫാബ്രിക് ആകുമ്പോൾ കുറച്ച് ലൂസായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂവിലേക്ക് വൈറ്റ് മിക്സ് ചെയ്തുകൊണ്ടാണ് ലൈറ്റ് ബ്ലൂ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഔട്ട്ലൈനൊക്കെ ചെയ്യുന്നത് കേട്ടോ. പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ലൈറ്റ് ബ്ലൂ എടുത്തു എന്നേ ഉള്ളൂ. വലിയ ഹെവി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ലൈറ്റ് ബ്ലൂ സിമ്പിളായിട്ട് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മരത്തിന് എന്താ പറയുക, ജസ്റ്റ് ബ്രഷ് സ്ട്രോക്കാണ് ചെയ്തിട്ടുള്ളത്. യെല്ലോ അതേപോലെ റെഡും മിക്സ് ചെയ്തിട്ട്, അതായത് പാലറ്റിൽ മിക്സ് ചെയ്തല്ല, നമ്മളിങ്ങനെ റെഡ് എന്താ പറയുക സ്ട്രോക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ യെല്ലോയും എടുത്തിട്ട് അങ്ങനെ ബ്രഷ് സ്ട്രോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഇത് കറക്റ്റായിട്ട് കാണുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കളറൊന്നും കറക്റ്റായിട്ട് കാണിക്കുന്നില്ല എന്ന് തോന്നണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കളർ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ സെൻട്രലായിട്ട് ഹെർട്ടിൻ്റെ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മരത്തിലുള്ള ആ ഒരു ഫ്ലവേഴ്സിൻ്റെ, അതായത് ലീഫിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക താഴേക്ക് വീഴുന്ന രീതിയിൽ കുറച്ച് പെറ്റൽസ് ഇവിടെ ചെയ്യാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈറ്റ് ബ്ലൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കോണുകളിൽ ജസ്റ്റ് കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ അപ്ലൈ ചെയ്യാം. കുറേ പെയിൻ്റ് എടുക്കണ്ട കേട്ടോ. ഡാർക്ക് ബ്ലൂ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് എടുത്താൽ ചിലപ്പോൾ ഏറിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒരൊറ്റ ടിപ്പ് എടുത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം മിക്സ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു കളർ ടോൺ ഉണ്ടല്ലോ, 2 ലെയറായിട്ടൊന്നും കിടക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ക്യാരക്ടേഴ്സൊക്കെ സ്പെഷ്യലായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ലൈറ്റ് ബ്ലൂ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡാർക്ക് ഷേപ്പ് തന്നെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം നമ്മൾ സെൻറ്ററിൽ ഹാർട്ട് ഷേപ്പ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഹാർട്ട് ഷേപ്പിൻ്റെ ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് വെള്ളം കൊണ്ട് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ലയിപ്പിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഞാനിതിൻ്റെ ഡ്രസ്സ് യെല്ലോ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് യെല്ലോ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്, അതായത് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അനാവശ്യമായിട്ട് ആരും അത് യൂസ് ചെയ്യരുത്. അപ്പോൾ ക്ലാസ്സിന് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിന് ചെറിയൊരു ഫീ വാങ്ങുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി 3 ക്ലാസ് എനിക്കുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് പേര് പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് പുറത്ത് പോയിട്ട് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്കില്ലല്ലോ. അപ്പോൾ അത് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനെക്കൊണ്ട് കഴിയും വിധം ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. വേറെ അനാവശ്യമായിട്ട് ആരും തന്നെ മെസ്സേജ് അയക്കരുത്. അതേപോലെ തന്നെ പോർട്രേറ്റ് ഒരുപാട് പേര് അങ്ങനെ പുറത്തൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു.
അപ്പോൾ അവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജ് അയക്കുക, അല്ലാതെ ആരും അയക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു 3 ചെയ്തെടുക്കണം. അപ്പോൾ ഇനി റൗണ്ട് കറക്റ്റായിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പെയിൻറ്റിൻ്റെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈന് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കിൾ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ഒരു സർക്കിൾ കറക്റ്റായിട്ട് വന്നോളണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പെയിൻറ്റിൻ്റെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം, ഒരു സ്റ്റാറിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നല്ല ഭംഗിയുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് ഈ ക്യാമറയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ആരും തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് കുട്ടികൾ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ആർക്കും തന്നെ പുറത്ത് പോയിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പുറത്ത് പോയിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ ഫോണിലും ലാപ്പിലൊക്കെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആ സമയം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു പെയിൻറ്റിങ് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മദേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് വെറൈറ്റി ആക്കിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം. പിന്നെ സബ് ചെയ്യാതൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സുകളുണ്ട്, പല മീഡിയത്തിൽ ചെയ്ത വർക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരോ സെക്ഷനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Bye.